ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാനിതിൽ നിങ്ങൾക്ക് ഷെയർ ആക്കി തരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വൈകുന്നേരം മുതലുള്ള വിശേഷങ്ങളാണ്. അപ്പം വൈകുന്നേരം കുട്ടികളെല്ലാം സ്കൂൾ വിട്ടിട്ട് വന്ന് ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ചായ കുടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ ശേഷം ഞാനിതാ കോട്ടയാടിലേക്ക് ഇറങ്ങിയതാണ് ചെടികൾക്കെല്ലാം വെള്ളം കൊടുക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഇപ്പം കുറച്ചായിട്ട് എൻ്റെ ചെടിയെല്ലാം മോശമായിട്ടുണ്ട്. എന്താ പറയുക, ഇപ്പം കുറച്ച് മണി പ്ലാന്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. കുറേ ചെടികൾ ഞാൻ എൻ്റെ പഴയ ഡേ ഇൻ മൈ ലൈഫെല്ലാം കണ്ടവർക്ക് അറിയുണ്ടാവും. റോസ ആയാലും ഗ്രാസ് എല്ലാ കാര്യങ്ങളും എല്ലാം എന്താ പറയുക നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. എന്തിട്ടാണെന്നറിയില്ല. എൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ഗ്രാസ് എത്തിപ്പിടിച്ചെന്നെല്ലാം. അപ്പോൾ എല്ലാ ചെടികളും മോശമായിട്ടുണ്ട്. ഇനി ആകെ ബാക്കിയുള്ളത് ഇത് മാത്രമാണ് കേട്ടോ. മാഷാ അല്ലാ. ഇത് ഡെയിലി ഇപ്പം കെയർ ചെയ്യലുണ്ട് ഞാൻ. അല്ലെങ്കിലും ഡെയിലി വെള്ളം ഒഴിക്കും. എന്നാലും എന്താണെന്നറിയില്ല, ഇപ്പം ചെടികളൊന്നും അങ്ങനെ നിൽക്കുന്നില്ല, എല്ലാം മോശമായി പോക്കാണ്. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. മാഷാ അല്ലാ. ഇതെങ്കിലും ബാക്കി ഉണ്ടായാൽ മതി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പം ചെടികളെല്ലാം ഒന്ന് മഴയെല്ലാം ആയിക്കഴിഞ്ഞാൽ ഒന്ന് പുതുതായിട്ട് സെറ്റ് ചെയ്യണമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചെടികൾക്കെല്ലാം ലീഫിനടക്കം ഞാൻ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കലാണ്. എന്താണെന്നറിയില്ല, ഞാനൊരു ഏത് വീഡിയോസിലും ചെടികളെ കാണിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അതെല്ലാം വാടിപ്പോകുന്നുണ്ട്. ആ ഒരു ചെടി മൊത്തത്തിൽ നശിച്ചു പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്കിപ്പോൾ ചെടി കാണിക്കാൻ തന്നെ ഭയങ്കര പേടിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രിയാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. ഇക്ക വന്നിട്ടുണ്ട്. ഇക്കാക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു അവക്കാടോ അങ്ങനെ പെറുത്തിട്ട് കണ്ടിട്ട് അങ്ങനെ ഇക്കാക്ക് ജ്യൂസ് എന്താ പറയുക അവക്കാടോ ഷേക്ക് അടിച്ചു കൊടുക്കുകയെന്ന് കേട്ടോ. ഇക്ക ഷോപ്പിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇക്കാക്ക് എന്തായാലും ജ്യൂസ് നിർബന്ധം തന്നെയാണ്. രാത്രി എന്തായാലും ഇക്ക വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ജ്യൂസ് അടിച്ചു കൊടുക്കും. അപ്പോൾ ഇന്ന് അവക്കാടോ ആണ് ജ്യൂസ് അടിക്കുന്നത്. പിന്നെ എൻ്റെ റമദാൻ ഡേ ഇൻ മൈ ലൈഫ് കണ്ടിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന് അവക്കാടോ ജ്യൂസ് അടിക്കുമ്പം കയ്പടിക്കുന്ന അതിനെന്താ ചെയ്യാന്നല്ല. അപ്പം നമ്മൾ ചെറുതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാണ്ട് തൊലി പെട്ടുപോകുന്നുണ്ടാവും, അതായിരിക്കും കയ്പടിക്കുന്നത്. അപ്പം തൊലി ഇല്ലാണ്ട് എന്താ പറയുക ആ ഒരു പൾപ്പ് മാത്രം വേർതിരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കട്ടപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം ഇക്കാക്ക് തണുപ്പ് വേണ്ടാത്തതുകൊണ്ട് ഞാനിതാ പാലും പഞ്ചസാരയും മാത്രം ഒഴിച്ചിട്ട് അടിച്ചെടുക്കലാണ്. അപ്പോൾ ഷേക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ഇക്കാക്ക് കൊടുത്ത ശേഷം മാത്രമൊന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പോക്കട്ടോ. മാഷാഅല്ലാ എനിക്ക് പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കി കഴിയലുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഉച്ചക്കും രാവിലെ എല്ലാം എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അത് രാത്രി വരെ എത്തിക്കും. ഉച്ചക്ക് എന്തെങ്കിലും സ്പെഷ്യലെല്ലാം ഉണ്ടാക്കുകയാണെങ്കിൽ കറിയെല്ലാം കുറച്ച് കൂടുതലുണ്ടെങ്കിൽ രാത്രി വരെ എത്തിക്കും. എല്ലാന്നുണ്ടെങ്കിൽ രാത്രി കറി ഉണ്ടാക്കും. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കും കേട്ടോ. പിറ്റേ ദിവസം രാവിലെ കുട്ടികൾക്ക് എന്തെങ്കിലും ടിഫിനിൽ കൊടുക്കാൻ വേണ്ടിക്കെല്ലാം എപ്പോഴും അല്ല അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ റെഡി ആക്കുകയാണെങ്കിൽ. ഇനിയിപ്പോൾ അതേ മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ മാംഗോ പൾപ്പില്ലേ, മാംഗോ പൾപ്പ് റെഡിയാക്കുന്ന വീഡിയോ ഞാൻ ഒരു മാംഗോ ഐസ്ക്രീം ചെയ്ത വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം അതാണ് കേട്ടോ. എന്താ പറയുക മാങ്ങ ഒരുപാട് കാലം കേടുവിടാണ്ട് സൂക്ഷിക്കാൻ പറ്റുമെന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടില്ലേ. അപ്പം ആ ഒരു മാംഗോ പൾപ്പ് ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാരയും പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടിച്ചെടുക്കലാണ്. കുട്ടികൾക്ക് ഐസ് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാനിപ്പം കുറേ ആയില്ലേ വീഡിയോസൊന്നും ചെയ്യാത്ത. ഒരുപാട് പേരെന്താ വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്ത, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നിർത്തിയോ, മടുത്തിട്ട് പോയോ, പഴയ പോലെ തന്നെ പോയോ എന്നെല്ലാം കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. എല്ലാവരും കമൻറ്റ് വായിക്കലുണ്ട് കേട്ടോ. സോറി, ആർക്കും കമൻറ്റ് റിപ്ലൈ തരാൻ ടൈമില്ലാത്തതുകൊണ്ടാണ്.
പിന്നെ ഗരം മസാല പൗഡറിൻ്റെ റെസിപ്പി ഞാൻ പബ്ലിക്കാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ശരിയായിട്ടുണ്ട്, വേണമെന്നുള്ളവർ ചെക്ക് ചെയ്യുക. ഒരുപാട് പേര് അതിന് ചോദിച്ചിട്ടുണ്ടായിന്. പിന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ ഇട്ട ഡ്രസ്സ് ഏതാണെന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. അതിൻ്റെ ലിങ്ക് തരുമെന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായി. ഞാനത് നമ്മുടെ കണ്ണൂരിൽ തന്നെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ മാക്സി എവിടെ നിന്നാണ് വാങ്ങുന്നതെന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. മാക്സി അധികം ഗൾഫിൽ നിന്നാണ്. പിന്നെ നാട്ടിൽ പഴങ്ങാടിയിൽ നമ്മളൊരു ഷോപ്പുണ്ട്, അവിടെ നിന്നും വാങ്ങലുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ അവിടെ പോവാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മാഷാ അല്ലാ ഒരുപാട് പേര് നല്ലോണം സ്നേഹിക്കുന്ന ആൾക്കാരാണ്. നല്ല നല്ല കമൻസാണ്. മിസ് ചെയ്യുന്നിട്ടാന്നെല്ലാം പറയലുണ്ട്. വീഡിയോസ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യോ, ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യോ എന്നെല്ലാം പറയലുണ്ട്. കമൻസ് എല്ലാം കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ കുറേ ആയിട്ട് ഈ വീഡിയോസൊന്നും എടുക്കാൻ ടൈമില്ല. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇല്ല പോലെ തന്നെ ഇടയിൽ നമുക്ക് മടി പിടിക്കും. എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുമ്പം വേണ്ടാന്ന് വിചാരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കായിരിക്കും. അതുപോലെ തന്നെയാണ്. അപ്പം ചിലരെങ്കിലും പറയലുണ്ട്, കമൻറ്റിൽ കാണലുണ്ട്, എന്തൊരു ഹാപ്പിയാണ് ഇങ്ങനത്തെ ലൈഫ് കിട്ടണമെന്നല്ല. അപ്പം വിഷമങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല കേട്ടോ. അത് എത്ര വലുതായാലും, വലിയ വീടായാലും ചെറിയ വീടായാലും, എത്ര സൗകര്യങ്ങളുണ്ടെങ്കിലും ഓരോരോ ആൾക്കാർക്കും ഓരോരോ പ്രയാസങ്ങളുണ്ടാവും. അത് എപ്പോഴും എല്ലാവരും പറയൂലല്ലോ. അപ്പം എല്ലാവരുടെയും ലൈഫിലും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഐസെല്ലാം റെഡിയാക്കാൻ ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ മോന് പഠിക്കാനിരുന്നിട്ടുണ്ട് കേട്ടോ. മോൻ ഈ വർഷം LKG-യിലേക്കാണ്. അധിക പാരൻസും LKG-യിൽ ചേർക്കുന്നതിന് മുമ്പേ pre-KG അല്ലെങ്കിൽ കിൻഡർ ഗാർഡനിലെല്ലാം ചേർക്കലില്ലേ. കുട്ടികൾക്കൊരു ബേസ് കിട്ടാൻ വേണ്ടിക്ക് കുട്ടികൾ എന്താ പറയുക LKG-യിൽ എത്തും മുമ്പേ ABCD എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയല്ലേ. ഇപ്പം നമ്മൾ സ്കൂളിൽ അയച്ചാൽ തന്നെ കുട്ടികൾ എന്താ പറയുക ക്ലാസ്സെല്ലാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. കാര്യം 30-40 കുട്ടികൾ തന്നെ ഉണ്ടാവും ഒരു ക്ലാസ്സിൽ. അപ്പം കുട്ടികൾക്ക് ഒരു ഇൻഡിവിജ്വൽ കെയർ കിട്ടുവാണെങ്കിൽ, അതിന് മുമ്പ് തന്നെ ഒരു ഇൻഡിവിജ്വൽ ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവർ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ക്ലാസ്സെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ നല്ലൊരു ഹെൽപ്പാണ് കേട്ടോ. പിന്നെന്താ, കുട്ടികൾ നമ്മൾ LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്നെല്ലാം ഉദ്ദേശിക്കുന്നത് തന്നെ കുട്ടികൾക്ക് അക്കാദമിക്കിലേക്കുള്ള ഒരു ഫൗണ്ടേഷൻ ആയിട്ടാണ്. അതായത് റീഡിങ്, റൈറ്റിങ്, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതെല്ലാം കുട്ടികൾ സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ലൊരു ഹെൽപ്പാണ്. പിന്നെന്താ, എൻ്റെ പഴയ വീഡിയോസ് കാണുന്നവർക്ക് അറിയുണ്ടാവും, മോനെ ഞാൻ കിൻഡർ ഗാർഡനിൽ ചേർത്തേരം അവനക്ക് പനിയും കാര്യങ്ങളെല്ലാം ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു 3 മാസം എങ്ങാനും വന്ന് അവനക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവന് പഠനത്തിൽ ഒന്നുകൂടി ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടായിട്ടുണ്ടായിന്. അതുകൊണ്ട് എൻ്റെ മോളെ എന്താ പറയുക, പഴയ വീഡിയോസ് കാണുന്നവർക്ക് അറിയുണ്ടാവും, എൻ്റെ രണ്ടാമത്തെ മോള് മൻഹാനെ ഞാൻ ഇവരുടെ തന്നെ ഫൗണ്ടേഷൻ കോഴ്സിൽ മാത്സിൽ ചേർത്തിട്ടുണ്ടായിന്. അപ്പോൾ അവൾക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടായിന്. 1 മാസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ടായിന്. അതുകൊണ്ടാണ് ഞാൻ മോനെയും കൂടി ഇവരുടെ എന്താ പറയുക ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞ കോഴ്സിൽ ഞാൻ ചേർത്തത്. അപ്പം ആദ്യം എനിക്ക് പേടിയുണ്ടായിട്ടുണ്ടായിന്, ഇവരോട് ഇരിക്കുമോ അല്ലാന്നുണ്ടെങ്കിൽ അലമ്പാവോ എന്നെല്ലാം എനിക്ക് പേടിയുണ്ടായിട്ടുണ്ടായിന്. പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഞാൻ വിചാരിച്ചാലും അടിപൊളിയാണ് ക്ലാസ് എല്ലാം. ആദ്യം ഒരു 4 ദിവസം ഞാൻ അവൻ്റെ കൂടെ ഇരിക്കേണ്ട വന്നിട്ടുണ്ടായിന്. പിന്നെ അവന് സെറ്റായി. ടീച്ചർ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ, നല്ല ഹെൽപ്പാണ്. പിന്നെ ഇവർ വീക്ക്ലി ഒരുപാട് കുട്ടികളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇവരുടെ ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ കിട്ടുന്നതിലും കൂടുതൽ അറിവുകൾ ഈ ഒരു ക്ലാസ്സിലൂടെ കിട്ടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവനിക്ക് ഞാൻ വെക്കേഷൻ ടൈമാണ് കേട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത. ഇനിയിപ്പം സ്കൂളിനോട് പാരലായിട്ട് തന്നെ ക്ലാസ് തുടരണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം കുട്ടികൾക്ക് അങ്ങനെ അല്ലെ ക്ലാസ്സിനനുസരിച്ചിട്ട് നമ്മൾ ഒരു ട്യൂഷൻ പോലെ കൊടുക്കുകയാണെങ്കിൽ അതും കുട്ടികൾക്ക് നല്ല ഹെൽപ്പ് ആയിരിക്കും. പിന്നെ എൻ്റെ മോള് മൻഹ ചേർന്നത് ഇവരുടെ ഫൗണ്ടേഷൻ കോഴ്സിലല്ലേ, മാത്സ് ആണ് അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിന്. അപ്പം അധിക പാരൻസും പറയുന്ന കംപ്ലൈൻ്റ് ആണ് കുട്ടികൾക്ക് അക്ഷരങ്ങൾ വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല എന്നെല്ലാം. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു 6th-ലും 7th-ലെല്ലാം എത്തിയ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയുന്നില്ലെങ്കിൽ ഇവരുടെ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ കുട്ടികൾക്ക്
എന്താ പറയുക തറായിട്ട് അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോൾക്ക് മാത്സ് ഭയങ്കര ടഫാണെന്നുണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ഇവരുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ചേർത്തേരം 1 മാസം കൊണ്ട് തന്നെ അവൾക്ക് നല്ല മാറ്റമുണ്ട്. ഇപ്പം മാത്സ് ഭയങ്കര ഈസിയാണ് കേട്ടോ അവൾക്ക്. അതുകൊണ്ടാണ് ഞാൻ മോനെയും കൂടി ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കാമെന്നെല്ലാം വിചാരിച്ചത്. അപ്പം മോനിക്കും ഇപ്പം എന്താ പറയുക നല്ല മാറ്റമുണ്ട്. അപ്പം ഞാൻ നല്ല ഹാപ്പിയാണ്. അപ്പം ഇവരുടെ തന്നെ വലിയവർക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക്ക് എല്ലാ ക്ലാസ്സും ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിലും എല്ലാ സിലബസിലും ഇപ്പം CBSE, ICSE, കേരള സിലബസ് എല്ലാ സിലബസിലും അവർ ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക, വേണമെന്നുള്ളവർ ചെക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈസി ചിക്കൻ കറിൻ്റെ റെസിപ്പി കാണിക്കാം. ഇത് നമ്മുടെ ട്രഡീഷണൽ കണ്ണൂർ റെസിപ്പി എന്ന് തന്നെ പറയാം. നമ്മൾ കണ്ണൂരുകാർ ഫുള്ളൊന്നും അറിയില്ല. എൻ്റെ വീട്ടിലെല്ലാം പണ്ട് മുതലേ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. ഞാനിപ്പം വലിയ 2 ഉള്ളി എടുത്തിട്ടുണ്ട്, 3 വലിയ തക്കാളി, ചെറുതാണെങ്കിൽ 4 തക്കാളി എടുക്കണം കേട്ടോ. പിന്നെ തക്കാളി ഇത്ര അധികം വേണമെന്നെല്ലാം ചോദിക്കുന്നവരുണ്ട്. എന്തായാലും വേണം, അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 4 തക്കാളി എടുക്കുക. ഞാനിപ്പം എരിവിനനുസരിച്ച് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല എരിവൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ 1 പച്ചമുളകെല്ലാം മതി കേട്ടോ. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാനിപ്പം തയ്യാറിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഞാൻ തയ്യാർ ബ്രാൻഡിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മുന്നേ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിന്. പിന്നെ എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി വെളുത്തുള്ളി നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ, പേസ്റ്റ് അല്ല എടുക്കുന്നുണ്ടെങ്കിൽ 1 ബൾബ് വെളുത്തുള്ളിയും 2 ഇഞ്ച് വലുപ്പത്തിൽ 2 3 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും കൂടി ചതച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ എല്ലാം കൂടി ചെറുതായിട്ട് കട്ടാക്കി എടുക്കുക. ചെറുതായിട്ട് കട്ടാക്കി തന്നെ എടുക്കുക കേട്ടോ. ഉള്ളിയും തക്കാളിയെല്ലാം ഇങ്ങനെ എന്താ പറയുക പൊങ്ങി കാണുമ്പം വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഉള്ളിയും തക്കാളിയെല്ലാം കറികളിൽ നല്ലോണം വെന്താൽ മാത്രമാണ് കറി ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഈ ഒരു കറി റെഡിയാക്കുമ്പം കുക്കറിൽ റെഡിയാക്കലാണ് കേട്ടോ ഏറ്റവും ഈസി. ഒരു 2 വിസിലുകൊണ്ട് തന്നെ കറി റെഡിയായി കിട്ടും. ഞാനിപ്പം വീഡിയോക്ക് വേണ്ടിക്ക് മാത്രം വേറൊരു പാത്രം എടുത്തതാണ്. കാര്യം കുക്കറിൽ ചെയ്യുമ്പോൾ അങ്ങനെ വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുക്കറിൻ്റെ ഉൾഭാഗം ശരിയായിട്ട് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ചൂടായ ശേഷം മാത്രം ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണൻ്റെ ആ ഒരു കുത്തുന്ന സ്മെല്ലുണ്ടാവും കേട്ടോ. എന്താ പറയുക വെളിച്ചെണ്ണ ചൂടായ ശേഷം മാത്രം 2 ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉള്ളി നല്ലോണം വഴന്ന് വരാൻ വേണ്ടിക്ക് ആവശ്യത്തിന് ഉപ്പ് ആദ്യം തന്നെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഉള്ളി ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഉള്ളി നല്ലോണം വഴന്ന് വരണം. എന്നിട്ട് മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി തൊളിച്ചിട്ടെല്ലാം എന്താ പറയുക പേസ്റ്റാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എന്താ പറയുക 1 ബൾബ് വെളുത്തുള്ളിക്ക് 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി എടുത്താൽ മതി. അപ്പോൾ ആ ഒരു ടൈമിൽ മോന് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും എപ്പോഴും ഹാപ്പിയൊന്നുമല്ല. കുടിലിലാണെങ്കിലും കൊട്ടാരത്തിലാണെങ്കിലും എല്ലാവർക്കും പ്രശ്നങ്ങളിലുണ്ട്. അതുകൊണ്ട് ആരും ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ. ഓരോരുത്തർക്ക് ഓരോരോ വിധത്തിലായിരിക്കും ദൈവം പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ടായാൽ. അപ്പം ഉള്ള ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ഒരുപാട് ആൾക്കാർ രോഗം കൊണ്ടും എന്താ പറയുക ഒരുപാട് രീതിയിൽ കഷ്ടപ്പെടുന്നവരില്ലേ. ഏറ്റവും വലിയ പരീക്ഷണം രോഗം കൊണ്ടുള്ള പരീക്ഷണമാണ്. രോഗം വരാണ്ടിരിക്കാൻ വേണ്ടിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ബെഡിൻ്റെ നിന്ന് എണീക്കാൻ കഴിയാണ്ട് വീഡിയോസ് കാണുന്ന മോളേന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് വരുത്തുന്നുണ്ട്. ഒരുപാട് കമൻസ് ബുഷറ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നെല്ലാം എനിക്ക് ഒരുപാട് കമൻസ് വരുത്തുന്നുണ്ട്. പിന്നെ ആമവാദം ഒന്നും ഇത്താന്നെല്ലാം പറഞ്ഞിട്ട് കമൻറ്റ് വരുത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിക്കെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഉള്ള ആരോഗ്യത്തിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ ജീവിക്കാം. സമ്പത്തൊന്നുമല്ല കേട്ടോ. നമ്മൾ മനസ്സിലുണ്ടാക്കുന്ന എന്താ പറയുക നമ്മളായിട്ടുണ്ടാക്കുന്ന സന്തോഷമൊന്ന് ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതാണ് കേട്ടോ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മളെ കൊണ്ട് മറ്റുള്ളവരെയും കൂടി സന്തോഷിപ്പിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. നമ്മൾ സ്വയം സന്തോഷം കണ്ടെത്താനൊന്നും ഒരിക്കലും കഴിയില്ല. നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദാനധർമ്മം ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ അവരോട് ഒരു പുഞ്ചിരി, നമ്മൾ ഒരാളോട് പുഞ്ചിരിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഹാപ്പി കിട്ടുന്ന കാര്യമാണ്. ഹാപ്പിനെസ് ഉണ്ടാകാൻ പറ്റിയ ഒരുപാട് ടിപ്സ് ഞാൻ എൻ്റെ പഴയ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്.
അപ്പം ഹാപ്പി ആയിട്ട് ഒരു ദിവസം കഴിയാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അല്ലാണ്ട് ഒരുപാട് സമ്പത്തുണ്ടാവുക, കൊട്ടാരത്തിൽ കഴിയുക, അതൊന്നല്ല കേട്ടോ. അപ്പം മാക്സിമം എല്ലാവരും ഹാപ്പി ആയിട്ട് നന്മ ചെയ്തിട്ട് ജീവിക്കാൻ ശ്രദ്ധിക്കുക. അന്നേരം തന്നെ നമ്മളെ മനസ്സിൽ എന്താ പറയുക, സന്തോഷം വരും. അല്ലാണ്ട് കുറേ സമ്പത്തുണ്ടായെന്ന് വിചാരിച്ചിട്ട് സന്തോഷമൊന്നും വരില്ല. അപ്പം കമൻസ് അങ്ങനെ കാണുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. സ്വർഗത്തിൽ ജീവിക്കുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് കമൻറ്റ് വരുത്തുന്നുണ്ട്. അപ്പം സ്വർഗമൊന്നുമല്ല കേട്ടോ ലൈഫ്. എല്ലാവരെയും പോലെ തന്നെ ഒരുപാട് ടെൻഷനും പ്രയാസങ്ങളും രോഗവും എല്ലാം നമ്മളെ വീട്ടിലും ഉണ്ടാവും. പിന്നെ അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരില്ല. നല്ല നല്ല മൊമെൻറ്റ്സ് മാത്രമല്ലേ നമ്മൾ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ആക്കൂ. അപ്പോൾ അത്ര തന്നെയാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഉള്ളി നല്ലോണം വഴന്ന ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും 3 തക്കാളിയും ഇട്ട് കൊടുത്തിട്ട് തക്കാളി കുക്കായ ശേഷം അതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡറും 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തിട്ട് ആദ്യം നല്ലോണം വഴറ്റിയെടുക്കും കേട്ടോ. മുളകിൻ്റെ എല്ലാം റോസ് സ്മെല്ല് മാറുന്നത് വരെ. എന്നിട്ട് മാത്രം ചിക്കന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളമൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. കുക്കറിലാണെങ്കിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. വരട്ടിയ ടൈപ്പ് കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ലൂസ് കറിയെല്ലാം ആണെങ്കിൽ നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുത്തോ. ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കന് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. നമ്മൾ സ്കൂളെല്ലാം വിട്ട് വന്നു കഴിഞ്ഞാൽ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റാണ്. ഉമ്മ ഇതിനൂടെ പത്തിലെല്ലാം ഒന്നും ഉണ്ടാക്കല്. നല്ല പാല് മുക്കിയ പത്തിൽ, ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടിയും അടിപൊളിയാണ്. നിങ്ങളിങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അധികം ആൾക്കാർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ ഞാനിതാ ഇതിലേക്കായിട്ട് മല്ലിയില എടുത്തിട്ടുണ്ട്. ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും കറിവേപ്പിലയും ചെറുനാരങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. പുളി കൂടുമോയെന്ന് ചോദിക്കുന്നവരുണ്ടാവും. ഇല്ല കേട്ടോ, കറക്റ്റ് ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കാത്തവരായതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. നിങ്ങൾ ലൈഫിൽ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ചിക്കൻ കറിയും തന്നെ നിങ്ങൾക്ക് ഇത് കഴിച്ച് കഴിഞ്ഞാൽ തോന്നും കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതാ 1 മുറി ചെറുനാരങ്ങ മതി കേട്ടോ. പിന്നെ മല്ലിയിലും കറിവേപ്പിലും ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറികളിൽ. അപ്പോൾ എനിക്ക് അധികം വരുന്നൊരു കമൻറ്റാണ്, സമ്പത്ത് കൂടാനുള്ള എന്തെങ്കിലും ദുആ പറഞ്ഞുതരോ ഇത്താണ്. അപ്പം സമ്പത്ത് കൂടാനുള്ള ദുആ ഒന്നും എനിക്കറിയില്ല. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ രാവിലെ എണീക്കുകയാണെങ്കിൽ രാവിലെ എണീക്കുന്ന വീടുകളിൽ എപ്പോഴും ബർക്കത്തുണ്ടാവും എന്ന് പറയലുണ്ട്. അസറിന് ശേഷം കിടന്നുറങ്ങാത്ത വീടുകളിലും സുബഹിക്ക് ശേഷം കിടന്നുറങ്ങാത്ത വീടുകളിലും ബർക്കത്തുണ്ടാവും എന്നും പറയുന്നുണ്ട്. പിന്നെ മോശമായ വീഡിയോസ് കാണുന്ന വീടുകളിൽ ബർക്കത്ത് ഉണ്ടാവില്ല. എന്താ പറയുക, സമ്പത്ത് ഉണ്ടാവില്ല, സമ്പത്ത് എടുത്തെറിയപ്പെടും എന്നെല്ലാം എൻ്റെ ഉപ്പ അന്നേരം പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഉപ്പാക്ക് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മാഗസീനിലെല്ലാം മോശം വീഡിയോസ് മോശം കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അതൊന്നും വീട്ടിൽ നല്ല മലക്കളണിയൂല എന്നെല്ലാം പറയലുണ്ട്. ഇതെൻ്റെ വിശ്വാസത്തിനനുസരിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ മറ്റുള്ള അന്യപുരുഷനോട് ചാറ്റ് ചെയ്യുക, എന്താ പറയുക, അനാവശ്യ കാര്യങ്ങളിൽ മുഴുക, അങ്ങനെയുള്ള എല്ലാ വീടുകളിൽ റഹ്മത്തിൻ്റെ മലക്കൾ അണിയൂല എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. ആർക്കെങ്കിലും ഇത് എന്താ പറയുക ഇഷ്ടമായിട്ടില്ലെങ്കിൽ വിട്ടേ. അപ്പം അങ്ങനെ ഒരു കമൻറ്റ് കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കൃത്യമായിട്ട് നല്ലയിൽ രാവിലെ ശുഭ നമസ്കാരം ഒത്തെല്ലാം കഴിഞ്ഞിട്ട് പണികളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് നല്ല മനസ്സോടെ ജീവിക്കുകയാണെങ്കിൽ ആർക്കും ദ്രോഹം വരുത്താൻ പാടില്ല, ഞാൻ കാരണം ആരും വേദനിക്കാൻ പാടില്ല എന്നെല്ലാം ചിന്തയോടെ ജീവിക്കുകയാണെങ്കിൽ തന്നാലെ നമ്മുടെ ലൈഫിൽ എല്ലാ പോസിറ്റീവും സ്പ്രെഡ് ആവും കേട്ടോ. പ്രകൃതിനെ അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത്. നന്മ ചെയ്യുന്നവർക്ക് നന്മ, തിന്മ ചെയ്യുന്നവർക്ക് തിന്മ, അങ്ങനത്തെ രീതിയിലാണ് കേട്ടോ പ്രകൃതിയെ സൃഷ്ടിച്ചത്. എത്ര ദാരിദ്ര്യം ഉണ്ടെങ്കിലും സക്സസ്സിലേക്ക് എത്താൻ, ഹൈ പൊസിഷനിലേക്ക് എത്തുന്നവരുമുണ്ട്, ഹൈ പൊസിഷനിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് എത്തുന്നവരുമുണ്ട്. നമ്മൾ അധികം ആൾക്കാരെ കാണുന്നില്ലേ. അപ്പോൾ നമ്മുടെ കർമ്മഫലമെന്ന് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മളിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അപ്പം നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായം കേട്ടോ, എനിക്കറിയുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ മാക്സിമം നല്ലതായിട്ട് ജീവിക്കുക. പിന്നെ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സമ്പത്തുണ്ടായിട്ട് എന്താ പറയുക സന്തോഷമില്ലാത്ത ആൾക്കാരുമുണ്ട്. എന്താ പറയുക ദരിദ്രരായാലും സന്തോഷിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പം സമ്പത്തിലൊന്നും ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മാക്സിമം ഹാപ്പി ആയിട്ട് ഒരു ദിവസം ഹാപ്പി ആയിട്ട് ജീവിക്കുക, അത്ര തന്നെയാണ്. നമ്മൾ എല്ലാവരും മരിക്കുന്നവരല്ലേ, അപ്പം ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഒരുപാട് സമ്പത്ത് കുന്നുകൂട്ടിയിട്ട് നമ്മൾ മരിക്കുമ്പം കൊണ്ടുപോകുകയൊന്നും ചെയ്യില്ല. അപ്പം അതിന് വെറുതെ ടെൻഷൻ അടിച്ചിട്ട് ടൈം കളയണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം.
ഇനിയിപ്പോൾ ഇതാ നമ്മൾ എല്ലാവരും എന്താ പറയുക ഫുഡ് കഴിക്കാൻ പോലാന്ന്. അതിന് മുമ്പായിട്ട് ഞാൻ കിച്ചണ് മൊത്തത്തിൽ ക്ലീൻ ആക്കും കേട്ടോ. കാര്യം കിച്ചണ് ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു മടുപ്പും ഉറക്കക്ഷീണമെല്ലായിരിക്കും ഉണ്ടാവുക. അന്നേരം കിച്ചൺ അവിടെ തന്നെ മതി, വൃത്തിയാക്കിയാൽ മതി എന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ പോവും. അതുകൊണ്ട് ഫുഡ് കഴിക്കും മുമ്പേ മൊത്തത്തിൽ കിച്ചണ് ക്ലീൻ ആക്കും. പാത്രങ്ങളെല്ലാം ആ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ടൈം തന്നെ ഞാൻ കഴുകി വെക്കലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പാത്രങ്ങൾ അധികം കഴുകാനൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഇതാ എല്ലായിടത്തും 2 പ്രാവശ്യം ഒന്ന് തുടക്കും. എന്നാലും നമ്മൾ രാവിലെ വരുവാണെങ്കിൽ കിച്ചണിലേക്ക് കയറുവാണെങ്കിൽ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി കിട്ടും. ഇനിയിപ്പം ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോലാണ്. അപ്പോൾ ഇന്ന് ഒക്കെ വരുമ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്ന് എന്താ പറയുക ആട്ട പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിന്, വീറ്റ് പൊറോട്ട ഇല്ലേ അത് വാങ്ങിയിട്ടുണ്ടായിന്. സത്യം പറഞ്ഞാൽ ഞാൻ പുറത്തുനിന്ന് ഫുഡ് ഐറ്റംസ് വാങ്ങൽ ഭയങ്കര കുറവാണ്. കാരണം എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുണ്ടാവും. കാരണം വൃത്തി തന്നെയാണ് കേട്ടോ, വൃത്തി ഉണ്ടാവുമോ എന്നെല്ലാം ഭയങ്കര ടെൻഷനാണ്. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്ന് ഒക്കെ കണ്ടിട്ട് അങ്ങനെ എന്താ പറയുക ഉണ്ടാക്കുന്നത് കാണും. അപ്പോൾ അങ്ങനെ വാങ്ങിക്കൊണ്ടാകുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് നമ്മൾ ചിക്കൻ കറി റെഡിയാക്കി എടുത്തത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ മോനിക്ക് വാരി കൊടുക്കാൻ വേണ്ടിക്ക് ഞാനും മോനും ഒരുമിച്ചാണ് കേട്ടോ ഇപ്പം ഇരിക്കൽ. കാരണം ഓന് ഫുഡ് കഴിക്കാനിരുന്നതിനാൽ ഒന്നും കഴിക്കുകയും ചെയ്യില്ല, വെറുതെ നാറ്റി വെക്കലുമാണ്. അതുകൊണ്ട് ഓൻ്റെ കൂടെ നമ്മൾ 4 പ്ലേറ്റ് അങ്ങനെ എടുക്കലാണ്. അപ്പം ഓന് കുറേ ഓൻ്റെ പ്ലേറ്റ് നിറച്ചും ഫുഡ് ഓനിക്ക് കാണണം. എന്നാലും അത് ഫുഡ് കഴിക്കാൻ പോകുമ്പം വായിലിട്ട് കൊടുക്കുമ്പം വല്ലാത്ത കരച്ചിലായിരിക്കും. അപ്പോൾ ഇതാണ്ടില്ലേ 2 അപ്പവും ചിക്കനും കാര്യങ്ങളും എല്ലാം പ്ലേറ്റ് നിറച്ചിടും. എന്നാലും ഫുഡ് കൊടുക്കുമ്പം കരച്ചിലാണ്. അപ്പോൾ ഞാൻ ഓരോരിക്കൽ പിടിപ്പിച്ചിട്ടെല്ലാം കൊടുക്കും. ഓരോരിക്കൽ അങ്ങനെ തന്നെ വിടും കേട്ടോ. കാരണം ഞാൻ ഫോഴ്സ് ചെയ്തിട്ടൊന്നും ചെയ്യലില്ല. അവർക്ക് ആവശ്യമുള്ള ഫുഡ് അവർ കഴിച്ചോളും. അപ്പം ഫുഡ് കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിച്ചൺ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും, ബൈ.